ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കസിൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആൾക്ക് നല്ല അലർജിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ എല്ലാ ഹെയർ ഡേയൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഹെന്ന പൗഡർ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡേ ആണ്. ചെറിയ നരയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അവൾ പാർലറിൽ പോയിട്ട് കെമിക്കൽ ഡേ ആണ് ഫസ്റ്റ് യൂസ് ചെയ്തത് കേട്ടോ, ആ നരയൊക്കെ ഒന്ന് മാറ്റാനായിട്ട്. പക്ഷേ അത് കൂടുതൽ നര കൂട്ടുകയാണ് ചെയ്തത് കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ കെമിക്കൽ ഡേ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ നാച്ചുറൽ ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ഡൈയും അവൾക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. നീലയമരി അതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻഡിഗോയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവൾക്ക് അലർജിയാണ്. അപ്പോൾ ഇൻഡിഗോയൊക്കെ അലർജി ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലൊരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു 2 സ്പൂൺ അളവിൽ ചായപ്പൊടി, നമ്മുടെ തേയില ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ തേയിലപ്പൊടി എത്രത്തോളം സ്ട്രോങ് ആണ് അതിനനുസരിച്ച് 2 തൊട്ട് 4 വരെ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല സ്ട്രോങ് ആണെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ നമ്മുടെ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ്. അപ്പോൾ 1 സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വാഴക്കൂമ്പിൻ്റെ തോലാണ് കേട്ടോ. ഒരു തോല് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, അത്രയും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ തിളപ്പിച്ച്, നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്, അതൊരു 1/2 ഗ്ലാസ് ആകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ആ തേയിലയുടെയും കോഫി പൗഡറിൻ്റെയും അതുപോലെ തന്നെ ഈ വാഴക്കൂമ്പിൻ്റെയൊക്കെ ആ കറയൊക്കെ ഒന്ന് ഇറങ്ങി ഇത് നല്ലപോലെ ഒന്ന് കുറുകി ഒരു 1/2 ഗ്ലാസ് അളവിൽ ഇതായി വരണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാഴക്കൂമ്പിൻ്റെ തോല് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമ്മുടെ മാതളത്തിൻ്റെ തോല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. അതുപോലെ നിങ്ങൾക്ക് തലനീരിറക്കം, സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവരോ ജലദോഷമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഈ തിളപ്പിച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊരു 3-4 പനിക്കൂർക്കയുടെ ഇലയോ അല്ലെങ്കിൽ ഒരു 2-3 ഗ്രാമ്പോ ഒക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഈ വെള്ളം ഒന്ന് പകുതിയായി, ഇതിൻ്റെ കറകളൊക്കെ ഇറങ്ങി ഒന്ന് പകുതിയായി വരട്ടെ കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് അളവിൽ വെച്ചിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു 1/2 ഗ്ലാസ് അളവിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടോടെ തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പഴയ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഹോളുള്ള അരിപ്പ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇരുമ്പ് ചട്ടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ആ തേയിലയുടെയൊക്കെ ഒരു ഇതൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇരുമ്പ് ചട്ടി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുമ്പോൾ, ഹെന്ന പൗഡർ എന്നല്ല നമ്മളിതിൽ ചേർക്കുന്ന ഏത് പൊടിയാണെങ്കിലും എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നരയൊക്കെ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ആവശ്യമുണ്ട്. ഒന്ന് ത്രിഫല പൗഡറാണ് കേട്ടോ. ഇത് നമുക്ക് അങ്ങാടി കടയിലും ആയുർവേദ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ.
നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നമ്മുടെ നരച്ച മുടിയൊക്കെ മാറാനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ത്രിഫല പൗഡർ നമ്മുടെ ഹെയറിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ത്രിഫല പൗഡർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ നെല്ലിക്ക, താനിക്ക, കടുക്ക ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ത്രിഫല പൗഡർ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കയ്യോന്നിയുടെ പൗഡറാണ് കേട്ടോ. ഇത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഈ 4 പൊടികളാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. ഓവർനൈറ്റ് വെക്കുമ്പോഴാണ് ഇത് നല്ല അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല ബ്ലാക്ക് കളറായിട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കുറച്ച് തിക്കായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഈ ബാലൻസ് ഉള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓവർനൈറ്റ് വെച്ചേക്കാം. അപ്പോൾ ഇനി ഇത് നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഓവർനൈറ്റ് വെച്ചിരുന്ന നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ നമുക്ക് ഇന്നലെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡിക്കഷൻ ഇനി ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് ഓയിലൊട്ടും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഡ്രൈ ആകുന്നത് വരെ മുടിയിൽ വച്ചേക്കുകയും വേണം കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് കഴുകിക്കളഞ്ഞാൽ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇത് നല്ലപോലെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആകണം മുടിയിൽ. അതുവരെയും നമ്മളിത് തലയിൽ തന്നെ വെച്ചേക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പോ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. എല്ലാ പ്രായക്കാർക്ക് യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിഗോ അലർജി ഇല്ലാത്തവർ ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഇൻഡിഗോ അലർജി ഇല്ലാത്തവരുണ്ടാകും. അതുപോലെ തന്നെ ഇൻഡിഗോ അലർജി ഉള്ളവരും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിഗോ അലർജി ഇല്ല, ഈ ഒരു കളർ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 4 സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറ് നമുക്കൊരു മാസം വരെയൊക്കെ നിൽക്കാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കളറ് ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ ഈ കളർ നമുക്ക് മാറും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്